ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും സംരക്ഷണവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന സന്ദർഭമാണ് ഇത്. SSLC, +2 പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ യാത്രയിൽ പരീക്ഷകൾ ഒരു നിർണായകമായ ഘടകമാണ്. അത് ഒരു വർഷത്തെ ജീവിതത്തെ മാത്രമല്ല, തുടർന്നുള്ള ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന പരീക്ഷകളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളൊക്കെ. പരീക്ഷ എഴുതുന്ന മുഴുവൻ നമ്മുടെ കുട്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഓർമ്മശക്തിയും നല്ലപോലെ ഉത്തരം എഴുതാനുള്ള, അതിലൂടെ വിജയം നേടാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആഗതമായ റമദാൻ ഒരു പരീക്ഷയുടെ കാലമാണ്. ജീവിതത്തെ നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു കാലം. ഒരാളിലെ അറിവിനെ പരീക്ഷ കൊണ്ട് അളക്കുന്നത് പോലെ ഒരാളുടെ ജീവിതത്തെ റമദാൻ കൊണ്ട് അളക്കാൻ കഴിയും. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞു, ഇന്നല്ലാഹ ജഅല ശഹ്റ റമദാന മിദ്മാറൻ ലിഖൽഖിഹി യസ്തബിഖൂന ഫീഹി ബിതാഅതിഹി ഇലാ മർളാതിഹി. അല്ലാഹു റമദാനിനെ നിശ്ചയിച്ചിട്ടുള്ളത് അവൻ്റെ സൃഷ്ടികൾക്ക് മത്സരിക്കാനുള്ള ഒരു വേദിയായാണ്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന മക്കൾ മത്സരിക്കുകയാണല്ലോ ചെയ്യുന്നത്. മത്സരിക്കേണ്ടത് യസ്തബിഖൂന ഫീഹി ബിതാഅതിഹി ഇലാ മർളാതി, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ്റെ തൃപ്തി നേടാനുള്ള മത്സരം. ഫസബഖ ഖൗമുൻ ഫഫാസു, ഒരു വിഭാഗം ആളുകൾ അതിൽ മത്സരിച്ച് വലിയ വിജയം നേടും. വതഖല്ലഫ ആഖറൂന ഫഖാബു, മറ്റൊരു വിഭാഗം ആളുകൾ ആ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കും, പിന്തി നിൽക്കും.
അവർ പരാജയപ്പെടുകയും ചെയ്യും. ചില പ്രത്യേക സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, സമയങ്ങളൊക്കെ ജീവിതത്തിൻ്റെ അളവുകോലുകളാണ്. നമുക്കറിയാം അത്. അതിൽപ്പെട്ടതാണ് ശരിക്കും പരീക്ഷാ സമയങ്ങളെന്ന് പറയുന്നത്. പരീക്ഷാകാലത്ത് അശ്രദ്ധമായി അലസമായി നടന്നാൽ നമുക്കറിയാം എന്താ സംഭവിക്കുക എന്ന്. ഈ റമദാൻ എന്ന പരീക്ഷാകാലം നാം ഒരിക്കലും അശ്രദ്ധമാകരുത്. ഒരു +2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടിയുടെ ഒരവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. റമദാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ചുട്ടുപഴുത്തത് എന്നാണ്. റമദ എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ മാസങ്ങൾക്ക് പേര് നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കടുപ്പമുള്ള ചൂടുള്ള സമയമായിരുന്നു. അതുകൊണ്ടാണ് റമദാൻ എന്ന് പേരിട്ട്. റബീഉൽ അവ്വൽ എന്ന് കേട്ടിട്ടില്ലേ? അത് വസന്തകാലത്തിൻ്റെ തുടക്കമായിരുന്നു. അതുകൊണ്ട് റബീഉൽ അവ്വൽ എന്ന് പേര് കിട്ടി. സത്യത്തിൽ അത് ഭാഷാപരമായ അർത്ഥമാണെങ്കിൽ പോലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശറഈയായി ആ അർത്ഥത്തിന് ഒരു കാതലുണ്ട്. റമദാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പാപങ്ങളെയും ദോഷങ്ങളെയും കരിച്ചു കളയുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. നമ്മൾ അനുഭവിക്കും അത് ജീവിതത്തിൽ. മറ്റൊരു ആശയം പറയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ റമദാനിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ലെങ്കിൽ ആ റമദാൻ നമ്മളെ കരിച്ചു കളയും. അത് നമ്മൾ അവസാനമാണ് നമുക്കത് ആ ഫീലിംഗ് വരിക. ചെയ്തില്ലല്ലോ, അവസരം ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. അപ്പോൾ ആ റമദാൻ നമ്മളെ കരിക്കും. ഒന്നുകിൽ റമദാൻ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയും, അല്ലെങ്കിൽ ഈ റമദാനിനെ അവഗണിച്ച് വിട്ടാൽ ആ റമദാൻ നമ്മളെ കരിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന ഹാദ ശഹർ ഖദ് ഹദറക്കും. ഇതാ ഒരു വലിയ മാസം നിങ്ങൾക്ക് ആസന്നമായിട്ടുണ്ട്. ആ മാസത്തിൽ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാവുണ്ട്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല. അതിലെ നന്മ നഷ്ടപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ നന്മയും നഷ്ടപ്പെടും. ആലോചിച്ച് നോക്കൂ. അത് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹ്. റസൂൽ ആമീൻ ചൊല്ലി പ്രാർത്ഥിച്ചതാ. ഒരാൾ റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു, എന്നിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു. ആമീൻ എന്ന് പറഞ്ഞത് ഞാനും നിങ്ങളുമല്ല, അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ റമദാനിനെ പരിഗണിക്കാഞ്ഞാൽ നാം ഭാഗ്യം കെട്ടവരാകും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടവരാകും. അത് നമ്മൾ ഓർക്കണം. അള്ളാഹു ആദരിച്ചതിനെ മുഴുവൻ നമ്മൾ ആദരിക്കണം സഹോദരങ്ങളെ. റമദാൻ അള്ളാഹു ആദരിച്ചതാണ്. എടുത്തു പറഞ്ഞില്ലേ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആദരിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ആദരവ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. നമ്മളതിനെ ആദരിക്കണം. അതിനെ ആദരിക്കുക എന്നത് അള്ളാഹു പഠിപ്പിക്കുന്നത് ദാലിക വമൻ യുഅല്ലിം ശഅഇറല്ലാഹ്. അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ചിഹ്നങ്ങളെ, റമദാൻ ചിഹ്നത്തിൽപ്പെട്ടതാണ്, ഒരു ചിഹ്നമാണ്, ഒരടയാളമാണ്. അതിനെ വമൻ യുഅല്ലിം ശഅഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കപ്പെടാതിരിക്കുക എന്നത് ഗൗരവമുള്ളതാണ്. ആ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്ന അവസ്ഥ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഖൽബിൽ തഖ്വയുണ്ടോ എന്നറിയാൻ അള്ളാഹു നിശ്ചയിച്ചതാണ് അത്. നമുക്ക് റമദാനിലെ 1-ാമത്തെ ദിവസവും മറ്റു മാസങ്ങളിലെ 1-ാമത്തെ ദിവസവും ഒരുപോലെയാകാൻ പാടില്ല. റമദാനിലെ 1-ാമത്തെ രാത്രിയെ നാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം സഹോദരൻ. ഒരുപാട് ആദ്യ രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. ആദ്യ രാത്രികൾ അനുഭവിക്കാൻ വേണ്ടി ഒരുപാട് ഭാവനകൾ വെച്ച് കാത്തിരുന്നിട്ടുണ്ടാകും. പക്ഷേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാദ്യ രാത്രിയെക്കുറിച്ച് പറയുന്നുണ്ട്.
ഇദാ കാനത്ത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. റമദാനിലെ ആദ്യത്തെ രാവായാൽ, ആദ്യത്തെ രാത്രി, അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ സുഫിദത്തി ശയാത്തീൻ, ശൈത്താനുകളൊക്കെ ചങ്ങലിക്കടപ്പെടും. വമറദത്തുൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട എല്ലാ ശയാത്തീനുകളെയും ചങ്ങലിക്കടപ്പെടും. വഗുല്ലിഖത്ത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിൻ്റെ ഒരു വാതിലും പിന്നെ തുറക്കൂല. വഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗവാതിലുകൾ മലർക്കെ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, ഒരു വാതിലും സ്വർഗത്തിൽ നിന്ന് അടക്കപ്പെടുകയില്ല. വനാദാ മുനാദിൻ, ശ്രദ്ധിച്ചു നിന്നാൽ ഒരു വിളിച്ചു പറയുന്നവൻ്റെ അശരീരി കേൾക്കാം. പക്ഷേ ശ്രദ്ധിക്കണം, ആ അശരീരി ഇങ്ങനെയാണ്: യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ കടന്നു വരൂ, നന്മയിലേക്ക് മത്സരിക്കുന്നവനെ കടന്നു വരൂ. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവനെ നിർത്ത്, ഇത് തിന്മ ചെയ്യേണ്ട സമയമല്ല. വലില്ലാഹി ഉതഖാ, അല്ലാഹുവിന് ഉതഖാകളുണ്ട്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുണ്ട്. വദാലിക ഫി കുല്ലി ലൈല, ഓരോ രാവിലും അള്ളാഹു റമദാനിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ആലോചിച്ച് നോക്കൂ, ആദ്യ രാത്രിയെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണണ്ടേ? ആദ്യ രാത്രിയെ സ്വപ്നം കാണേണ്ട ദിവസങ്ങളിലൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ആദ്യ രാത്രിയായിരിക്കും. നമുക്ക് നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും ചിന്തയിലും സംസാരങ്ങളിലും, അത് എൻ്റെ സ്വന്തത്തോടുള്ള സംസാരത്തിലും കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ ഇനിയുള്ള സംസാരം ആ ആദ്യ രാത്രിയെക്കുറിച്ചാകണം. ആദ്യ രാത്രി നമുക്ക് മനോഹരമാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനുണ്ടാകേണ്ട 2 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്: ഈമാനൻ വഹ്തിസാബൻ. നോമ്പുകാലത്ത് നമസ്കരിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞതും അതാ പറഞ്ഞത്, ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാൻ എന്താണെന്ന് നമുക്കറിയാം. ഈമാൻ ഉള്ളവരാണ് നാം, അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇഹ്തിസാബൻ എന്നൊരു പദം നബി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വിവരിച്ചു തന്നു. എന്താണ് ഇഹ്തിസാബ് എന്ന്? അസീമത്തൻ, അതിൻ്റെ ഒന്നാമത്തെ ആശയം അതാണ്. അസീമത്ത് ഉണ്ടാകണം. നോക്കൂ, പിശാചുക്കളെ ചങ്ങലക്കിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളെ തെറ്റിക്കുന്നത് നമ്മുടെ മനസ്സാണ്. 2 സാധനമേ ഉള്ളൂ തെറ്റിക്കാൻ. ഒന്ന് പിശാചാണ്, ഒന്ന് നമ്മുടെ തന്നെ സ്വന്തം മനസ്സാണ്. ആ മനസ്സിനെ പിടിച്ചു വെക്കാനുള്ള അസീമത്ത് നമുക്കുണ്ടാകണം, ദൃഢത. അതിനെ പിടിച്ചു വെച്ചെങ്കിലേ രക്ഷപ്പെടൂ. എന്നിട്ട് എന്ത് വേണം? അൻ യസൂമഹു അലാ മഅന റഗ്ബ ഫീ സവാബിഹി, അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന പൂതിയോടുകൂടി നോമ്പനുഷ്ഠിക്കണം, നമസ്കരിക്കണം. തീബത നഫ്സിഹി ബിദാലിക്, നമ്മുടെ നഫ്സിന് ഭയങ്കര സുഖം വേണം, സന്തോഷം, സമാധാനം, ആസ്വാദനം. ഭാരമാകരുത്. കഴിഞ്ഞുപോയ നമ്മുടെ റമദാനിലെ ദിവസങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അനാവരണം ചെയ്തു നോക്കൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു റമദാനിൽ ഇഫ്താറിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, ഈത്തപ്പഴം വെച്ച്, വെള്ളം വെച്ച്, ഫ്രൂട്ട്സൊക്കെ വെച്ച് കാത്തിരിക്കുമ്പോൾ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് അല്പം വൈകിയെങ്കിൽ എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്പം വൈകിയെങ്കിൽ എന്ന് ഇല്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ പരാജയം. വൈകൂല, അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് അത് അവസാനിക്കും, അസ്തമിക്കും, ഉദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന നിമിഷങ്ങളും ഒരല്പം കൂടി കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ?
ഇവിടെ പ്രശ്നം അതാണ്. നമ്മുടെ പ്രശ്നം, നമ്മുടെ ഉമ്മത്തിൻ്റെ പ്രശ്നം, ഞാനടക്കമുള്ള സമൂഹത്തിൻ്റെ പ്രശ്നം, നമുക്ക് ഇബാദത്തുകളൊക്കെ ആദരവ്യായാമങ്ങളാണ്. ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരനുഭൂതി പോലും ഇബാദത്തുകളിൽ നിന്ന് കിട്ടുന്നില്ല. ആസ്വദിക്കണം ഇബാദത്തുകളെ. ആസ്വദിച്ചെങ്കിൽ നമ്മൾ തീരാൻ ആഗ്രഹിക്കുകയില്ല. ഏതെങ്കിലും കഴിഞ്ഞ റമദാനിലെ ഒരു ദിവസം തറാവീഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇമാമ് സുജൂദിലേക്ക് പോയപ്പോൾ കുറച്ചു നേരം കൂടി ഈ സുജൂദിൽ അദ്ദേഹം കിടന്നെങ്കിൽ എന്ന് നമ്മൾ പൂതിയായിട്ടുണ്ടോ നമുക്ക്? അതല്ല, എന്താ അയാൾ ഇത് അവസാനിപ്പിക്കാത്തത് എന്ന ചിന്തയായിരുന്നു നമുക്ക്. നമ്മളെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം വല്ലാത്ത അനുഭൂതി നൽകിയിട്ട് അത് ആവർത്തിച്ച് നമ്മളൊന്ന് പാരായണം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിക്കേണ്ടത് അങ്ങോട്ടെത്താനാ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു പരീക്ഷാകാലമാണ്. നമ്മുടെ പരീക്ഷാകാലം. ജീവിതത്തിൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ വളർത്തിയെടുത്ത മുഴുവൻ നന്മകളും പൂത്തുലഞ്ഞ് പരിലസിക്കുന്ന പരീക്ഷാകാലം. ഈ പരീക്ഷാ പദ്ധതിക്ക് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൻ്റെ പേരാണ് ഖുർആൻ. അതുകൊണ്ടാണ് ആ സിലബസ് അവതരിപ്പിച്ച മാസത്തെ ഇതിന് തിരഞ്ഞെടുത്തത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നമ്മൾ ആലോചിക്കണം, ആ സിലബസ് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നബി തിരുമേനിയുടെ വിയോഗാനന്തരം ഒരു മനുഷ്യൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ എന്ന്. ആയിഷ ബീവി തിരിച്ച് ചോദിച്ച ചോദ്യം, അലസ്ത തഖറഉൽ ഖുർആൻ, നീ ഖുർആൻ വായിക്കാറില്ലേ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഖുർആൻ വായിക്കാറ്. അവർ പറഞ്ഞ മറുപടി, ഫഇന്ന ഖുലുഖ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. വല്ലാഹി, ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം, ഖുർആനിലുള്ള ഏതെങ്കിലും സ്വഭാവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന്. ഹുദൽ ലിന്നാസ് എന്നല്ലേ പറഞ്ഞത്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ച മാസം. എന്തിനായി ഖുർആൻ എന്നാ പറഞ്ഞത്? ഖത്തം തീർത്ത് വായിക്കാൻ എന്നാ? നിസ്കാരത്തിൽ ഓതാൻ എന്നാ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേക ഒക്കേഷനുകളിൽ മാത്രം പാരായണം ചെയ്യാൻ എന്നാ? അല്ല, ഹുദൽ ലിന്നാസ്. അതിൽ ജനങ്ങൾക്കുള്ള ഹുദയുണ്ട്, ഗൈഡ് ലൈനുണ്ട്. എങ്ങനെ പോകണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ കുടുംബജീവിതം, എങ്ങനെ എല്ലാം ഹുദൽ ലിന്നാസ്. പോരാ, വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നിങ്ങൾ ആലോചിക്കൂ, ഫുർഖാനാണ്. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവന് ശരിയേത് തെറ്റേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നട്ടം തിരിയാ ആൾക്കാർ. ഏത് കച്ചവടമാണ് ശരി, ഏതാ തെറ്റ് അറിയണില്ല അല്ലേ, എല്ലാ കാര്യങ്ങളിലും. എന്നാൽ സഹോദരങ്ങളെ, അൽ ഫുർഖാൻ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. ഖുർആൻ തന്നെ ഫുർഖാനാണ്. അൽ ഫുർഖാൻ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയുണ്ട്. എന്തിനാണ് അൽ ഫുർഖാൻ? സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഘട്ടം മനുഷ്യരുടെ ജീവിതത്തിൽ വരും. അന്ന് നിങ്ങൾ ഖുർആനിനെ ഉപയോഗിക്കണം. അതാണ് ഫുർഖാൻ. നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഓതിയാൽ പോരാ, വായിച്ചാൽ പോരാ, അത് ഹുദയായി അല്ലേ. നമ്മൾ ഖബറിൽ വെച്ച് പറയണ്ടേ? ചോദ്യം ചോദിക്കുമ്പോൾ മലക്കുകൾ ചോദിക്കൂലേ? അപ്പം പറയണ്ടേ എൻ്റെ ഇമാം ആരായിരുന്നു എന്നാണ് പറയേണ്ടത്. നമ്മൾ ആലോചിക്കണം സഹോദരൻ, അതാണ്. അതുകൊണ്ട് ഖുർആൻ വായിച്ചാൽ പോരാ. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന മിൻ ശർരിന്നാസി അഖ്വാമൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ കുറച്ച് ആൾക്കാരുണ്ട്. ഖറഉ അൽ ഖുർആൻ, അവർ ഖുർആൻ ഓതിയവരാ. ഖുർആൻ ഓതിയവർ മോശക്കാരോ? പക്ഷേ പ്രശ്നം, ലാ യഅമലൂന ബിസുന്നതിഹി വലാ യത്തബിഊന ലിത്വരീഖതിഹി. അതാണ്
അവർ ആ ഖുർആനിൻ്റെ രീതി അനുസരിച്ച് ജീവിച്ചില്ല. ആ ഖുർആനിൻ്റെ ത്വരീഖത്തിനെ അവർ ഫോളോ ചെയ്തില്ല. ലാ യത്ബഊന ലി ത്വരീഖത്തിഹി. അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അള്ളാഹു അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് മാത്രമല്ല, ശപിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശക്തമായി ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താ വെച്ചാൽ ഇസ്ലാമിലെ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു, അല്ലെങ്കിൽ റമദാനിൽ തറാവീഹൊക്കെ നിസ്കരിച്ചു, രണ്ട് പെരുന്നാൾ നിസ്കരിച്ചാൽ തീരുന്ന അല്ല. അത് ഇസ്ലാമിലെ ഇബാദത്തുകളുടെ ഒരു ഭാഗമാണ്. രണ്ട് ഭാഗമുണ്ട് ഇസ്ലാമിലെ ഇബാദത്തുകൾ. ഒന്ന് അള്ളാഹുവിനെ തഅലീം ചെയ്യലാണ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. രണ്ടാമത്തേത് അഷ്ഫഖത്തു അലാ ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള വിനിമയമാണ്. പെരുമാറ്റം, സ്വഭാവം, അവരോടുള്ള കാരുണ്യം. റമദാൻ്റെ പ്രത്യേകത, റമദാൻ ഇത് രണ്ടും മികച്ചു നിൽക്കുന്നു എന്നാണ്. നമ്മളറിയാതെ നമ്മുടെ കൈകൾ, നിങ്ങളറിയുന്നില്ലേ, നമ്മുടെ കൈകൾ നമ്മുടെ കീശയിലേക്ക് പോകുന്നു അറിയാതെ, അല്ലേ? കൊടുക്കാൻ ഇഷ്ടമാണ് റമദാനിൽ. ആ ഇഷ്ടം ഇതിൻ്റെ ഭാഗമായി വന്നതാണ്, നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിലും ഈ ഇസ്ലാമിലെ ഇബാദത്തുകളെ പണ്ഡിതന്മാർ നാലായി വേർതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് റജാഉം ഖൗഫുമാണ്. പ്രതീക്ഷ, ആഗ്രഹം, അത് ഭയങ്കര. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം. നിരാശ നമുക്ക് പാടില്ല. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞില്ലേ, നിരാശൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് പ്രതീക്ഷ. റജാഉൻ, പ്രതീക്ഷ. വിശ്വാസികൾക്ക് നിരാശ വരാനേ പാടില്ല. കാരണം റഹ്മാനായ റഹീമായ ഒരു റബ്ബ് മുകളിലുണ്ട്. വഫിസ്സമാഇ റിസ്ഖുകും, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ആകാശത്തുണ്ടെന്നേ. പിന്നെന്ത് നിരാശ? നമുക്ക് പ്രതീക്ഷ വേണം, പ്രത്യേകിച്ച് റമദാനിൽ കടുപ്പമുള്ള പ്രതീക്ഷ. അതോടൊപ്പം ഖൗഫ് ഉണ്ടാകണം. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഒരു സിംഹത്തെ അല്ലെങ്കിൽ മൂർഖൻ പാമ്പിനെ കണ്ട പേടിക്കുന്ന ഭയമല്ല ഖൗഫ് എന്ന് പറയും. മറിച്ച് എനിക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം. അതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പറയും, എനിക്കൊരിക്കലും സ്നേഹം നഷ്ടപ്പെട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, പ്രയാസം ഉണ്ടായിട്ടില്ല, ഞാൻ അന്തസ്സായി ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, അഭിമാനത്തോടു കൂടി ജീവിക്കുന്നു, അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. സത്യത്തിൽ എന്താണെന്നറിയോ, അള്ളാഹുവിൻ്റെ സ്നേഹം ഇല്ല എന്നതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഭയപ്പെട്ടുകൊള്ളുക. അള്ളാഹുവിന് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇബാദത്ത് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ശിക്ഷയാണ് കൂട്ടരെ, അത് ശിക്ഷയാണ്. ഭയപ്പെടണം. അതാ പടം പേടി എന്ന് പറഞ്ഞാൽ. അല്ലാതെ അള്ളാഹ് ഒരിക്കലും നമ്മളെ ആക്രമിക്കൂല. അള്ളാഹ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും എൻ്റെ അടിമകളെ, ആരെ? മുഅ്മിനുകളെ അല്ല പറഞ്ഞത്, എൻ്റെ അടിമകളെ ദ്രോഹിക്കൂലെന്നേ. അള്ളാഹ്ക്ക് ദ്രോഹിക്കണ ഏർപ്പാടില്ല. അള്ളാഹു നീതിമാനാണ്. അപ്പം സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക. അത്രയും മനോഹരമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ചില കാര്യങ്ങൾ എണ്ണി പറയുകയാണ് ഈ മാസത്തിൽ ശ്രദ്ധിക്കാനുള്ള. ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മൾ ഈ റമദാനാകുന്നതിന് മുമ്പ് കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. എന്നിട്ട് നമ്മുടെ റബ്ബുമായ ഒരു മുനാജാത്ത് നടത്തണം, രഹസ്യ വർത്തമാനം. നമ്മുടെ തെറ്റുകൾ, നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം. നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചു വീഴുന്ന കണ്ണുനീരിലൂടെ ആ പാപങ്ങൾ റമദാന് മുമ്പ് ഒലിച്ച് താഴേക്ക് പോകണം. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തുമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, റമദാനിലെ സെക്കൻഡ് പോലും പാഴാക്കരുത്. ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത്. ഏകദേശം 2.5 മില്യൺ സെക്കൻഡുകളാണ് റമദാനിലുള്ളത്. 43,000 മിനിറ്റുകൾ, 720 മണിക്കൂറുകൾ. മണിക്കൂർ വരെ എളുപ്പമല്ലേ? 720 മണിക്കൂറുകളിൽ സഹോദരങ്ങളെ ഒരു 500 മണിക്കൂറോളം ഞാൻ കണക്ക് കൂട്ടി നോക്കുമ്പോൾ
പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് പോകും അല്ലേ? അത്താഴത്തിനും നോമ്പ് തുറക്കാനും ഷോപ്പിങ്ങിനും വിരുന്നിനും ജോലിക്കും ഒക്കെ ആയി ബാക്കി ഉണ്ടാകുക ഒരു 10-200 മണിക്കൂറാണ്. പരമാവധി ഉപയോഗിക്കണം സഹോദരൻ. അത് വളരെ പ്രധാനപ്പെട്ട സംഗതി. മൂന്നാമത്തെ കാര്യം, റമദാനിലെ 3 സമയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 3 സമയങ്ങൾ. ഒന്നാമത്തെ സമയം ഫജ്റിൻ്റെ ശേഷമുള്ള സമയമാണ്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽ ഗുറൂബ്. അല്ലാഹുവിൻ്റെ വാക്കാ, നിന്റെ റബ്ബിനെ നീ തസ്ബീഹ് ചെയ്യണം. എപ്പോൾ? ഖബ്ല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ്. അതുപോലെ വഖബ്ല അൽ ഗുറൂബ്, ഗുറൂബിൻ്റെ മുമ്പും. നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ ദിക്ർ ചെല്ലൽ അതിൽ നിന്ന് വന്നതാണ്. അത് ശ്രദ്ധിക്കണം ആ സമയം. രണ്ടാമത്തെ സമയം അസ്തമയ സമയമാണ്. അത് മുബാറക്കായ സമയമാണ്. മുബാറക്കായ സമയം. ലിസ്സായിമി ഫർഹത്തുൻ ലിസ്സായിമി ഇൻദ ഫിത്രിഹി ദഅവത്തുൻ ലാ തുറദ്. ഒരിക്കലും തള്ളപ്പെടാത്ത ഒരു പ്രാർത്ഥന നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്തുണ്ട്. ആ സമയം നമ്മൾ വല്ലാതെ അശ്രദ്ധയായി. മൂന്നാമത്തെ സമയം സുഹൂറിൻ്റെ സമയമാണ്. സുഹൂറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴത്തിൻ്റെ സമയം. പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക, എൻ്റെ സഹോദരിമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത്താഴത്തിൻ്റെ വിഭവങ്ങൾ ഭയങ്കര വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട് നല്ല അത്താഴത്തെക്കുറിച്ച്. നിഅമ സുഹൂർ അത്തംർ എന്നാണ് പറഞ്ഞത്. നല്ല അത്താഴം ഈത്തപ്പഴം. ഞാൻ പറയുന്നില്ല നിങ്ങളൊക്കെ ഈത്തപ്പഴം മാത്രം കഴിച്ച് നോമ്പ് നോക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാക്കല്ലേ, ഒന്ന് ഗൗനിച്ചൂടെ? ഒരുപാട് സൗകര്യ ഈ അടുക്കളയിൽ കിടന്ന് നമ്മുടെ സഹോദരിമാർ പ്രയാസപ്പെടുന്നത് ഇല്ലാതാവും. ആ സമയം അടുക്കളയിൽ ചെലവഴിക്കേണ്ട സമയം അല്ലാന്നേ. അത് ഇസ്തിഗ്ഫാറിൻ്റെ സമയമാണ്. അള്ളാഹുവുമായി സംസാരിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വേഗത്തിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. തടയ ശൈത്താനില്ല നമ്മൾ തീരുമാനിച്ചല്ലോ. പിന്നെ നമ്മളെ മനസ്സാണ്, അവനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ നേരത്തെ പള്ളിയിലെത്താൻ ശ്രമിക്കുക. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലൊരു സമയമുണ്ട്. ആ സമയത്തുള്ള ദുആ അള്ളാഹു തള്ളൂല എന്നാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് അഞ്ചാമത്തെ കാര്യം. നമുക്ക് വല്ല വീഴ്ചയും ഈ വിഷയത്തിൽ വരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്തൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും ഓർമ്മിക്കുക. അതെന്താ? അയ്യാമം മഅദൂദാത്ത് എന്നാണ് പറഞ്ഞത്. എണ്ണപ്പെട്ട ദിനങ്ങളേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മളോട് ഒരാൾ വന്ന് പറയാണ് നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു. ഡോക്ടർ പറയാണ് പരിശോധിച്ചിട്ടേ ഇനി വല്ലാണ്ട് കാലമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അള്ളാഹു അങ്ങനെ പറഞ്ഞു തരാണ് റമളാനിനെ കുറിച്ച് പറഞ്ഞിട്ട്, അയ്യാമം മഅദൂദാത്ത്. സുബ്ഹാനല്ലാഹ്. ആറാമതായി ഓർക്കേണ്ടത്, നമുക്ക് ദാഹമോ ക്ഷീണോ വിശപ്പോ വരൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായിരുന്നാലും ശരി, ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതൊക്കെ വരുന്നത് നമ്മുടെ ആസ്വാദനവുമായി ബന്ധപ്പെട്ടാണ്. ഒരു ആസ്വാദനമുള്ള കാര്യം എത്ര ക്ഷീണം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യൂലേ? അപ്പം നമുക്ക് വിശക്കൂലല്ലോ അല്ലേ? എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ, സ്വന്തം ജീവിതത്തെ വന്ന ഉദാഹരണം അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക്, വിശപ്പ് വരുമ്പോൾ ദാഹം വരുമ്പോൾ ക്ഷീണം വരുമ്പോൾ ഓർക്കുക. അതെന്താ? ലിസ്സായിമി ഫർഹത്താൻ. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രി, ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം. അത് ഓർത്താൽ മതി. അത് ഭയങ്കര, ചോദിച്ചത് എന്താ കിട്ടും അതന്നെ. വഫർഹത്തുൻ ബിലിഖാഇ റബ്ബി, രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ്. എന്താ റബ്ബിനെ കാണുമ്പോഴുള്ള സന്തോഷം? ഈ അനുഭവിച്ച ദാഹത്തിനും ക്ഷീണത്തിനും വിശപ്പിനും പകരം നമ്മുടെ വലത് കയ്യിൽ നമ്മുടെ ബുക്ക് തരികയാണ്, കിതാബ് തരിക. അതാണ് സന്തോഷം. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഏഴാമത്തെ കാര്യം, പ്രത്യേകിച്ച് നോമ്പ് എന്ന ഇബാദത്തിൽ നന്നായി ഇഖ്ലാസ് കൊണ്ടുവരാൻ ശ്രമിക്കണം.
നോക്കൂ, നോമ്പിനെ കുറിച്ച് മാത്രമാണ് അള്ളാഹ് പറയുന്നത്, അസ്സൗമു ലീ വഅന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം തരിക. ബാക്കിയൊക്കെ അള്ളാഹ്ക്ക് തന്നെയല്ലേ. പക്ഷെ നിങ്ങൾ ആലോചിക്കൂ, അങ്ങനെ പറഞ്ഞത്. മറ്റൊരിക്കൽ പറഞ്ഞില്ലേ, നിങ്ങൾ മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തഅമഹു വശറാബഹു. നിങ്ങൾ ചീത്ത വാക്കുകളും മോശമായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമല്ല. അപ്പം അതല്ല നോമ്പ്, വേറെന്തോ ആണ് നോമ്പ്. അവിടെയാണ് ശരിക്കും ഇഖ്ലാസ് കാണേണ്ടത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ്, അതുണ്ടാകണം. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എണ്ണി പറയണമെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന ഒരു നിലക്കാണ്. എട്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നോമ്പിനുള്ള പ്രത്യേക ഇബാദത്തുകൾ, പ്രത്യേകിച്ച് രാത്രിയിലെ നമസ്കാരം, തറാവീഹ് നമസ്കാരം, അതെല്ലാവരും ശ്രദ്ധിക്കണം. വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ്. നമ്മളത് ചെയ്യാറുണ്ട് പലപ്പോഴും. പലർക്കും ഈ നിർബന്ധ നമസ്കാരത്തേക്കാൾ തറാവീഹിന് ചില പ്രാധാന്യങ്ങളൊക്കെ ചിലർ കൊടുക്കുക. അത്രയൊന്നും വേണ്ട, എന്നാൽ പോലും നമ്മളത് ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. മറ്റൊരു കാര്യം, 9ാമത്തെ വിഷയം, കഴിയുന്നത്ര സമയം നമ്മൾ റമദാനിൽ പള്ളിയിൽ ചെലവഴിക്കാൻ ശ്രമിക്കണം. പള്ളി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. പള്ളിയിൽ ചെലവഴിക്കുന്ന സമയം അത്രയും നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളാണ്, അള്ളാഹുവിൻ്റെ വീട്ടിലാണ്. മാത്രമല്ല, നമ്മളറിയാത്തൊരു സംഗതിയുണ്ട്. പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി അള്ളാഹു ഒരു മീറ്റർ ഓൺ ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ ശരീരത്തിൽ. നമ്മൾ അറിയണില്ല. നമ്മൾ വെള്ളവും കറണ്ടും ഒക്കെ ഉപയോഗിക്കും, മീറ്റർ ഇങ്ങനെ തിരിയില്ലേ. അതേപോലെ ഇഖ്ലാസോടുകൂടി പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന കൂടി ഒരു മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര നമ്മുടെ നന്മയുടെ മീറ്ററാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് എത്രയാണ് ആ മീറ്റർ വർക്ക് ചെയ്ത്, എത്ര സ്പീഡിലാണ് ഓടിയത് എന്ന് നമ്മളറിയും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പള്ളിയിൽ എത്തിപ്പെടാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. 10ാമത്തെ കാര്യം, പരമാവധി ഈ സാധനത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇതാണ് ഭയങ്കര ഒരു പ്രശ്നം. ഇത് താഴെ വെക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ സമയം കുറയ്ക്കുക. ഇപ്പം എല്ലാവരുടെ ഫോണിലും ഉണ്ടല്ലോ അല്ലേ, എത്ര സമയം യൂസ് ചെയ്തു എന്നും കൂടി കാണും. ശരി, അപ്പം നമ്മൾ മാക്സിമം സാധനം, നമുക്കൊരു പ്രശ്നം വന്നാൽ തുറക്കേണ്ടത് ഇതല്ലേ, അതല്ല. ഒരു ഒഴിവ് സമയം കിട്ടിയാൽ തുറക്കേണ്ടത് ഇതല്ല. പ്രത്യേകിച്ച് റമദാനിൽ സഹോദരങ്ങളെ, ഒരു പ്രശ്നം വന്നാൽ ഒന്ന് ഒതു കൊടുക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കുക, മുസാഫ് തുറക്കുക, ഖുർആൻ ഇതിങ്ങനെ തുറന്നിട്ടൊന്ന് ഓതുക, പാരായണം ചെയ്യുക. അപ്പോൾ അവിടുന്ന് കിട്ടും സമാധാനം, സന്തോഷം, സംതൃപ്തി. നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് ഭയങ്കരമായിട്ട് എല്ലാവരുടെ കയ്യിലും ഇതാണല്ലോ അല്ലേ. പണ്ട് നമ്മൾ പറയാറുണ്ട്, നമ്മളെ വീട്ടിലുള്ള അമ്മമാരുടെയൊക്കെ കയ്യിലും തസ്ബീഹ്മാലയും ഖുർആനവും ഒക്കെയാണ് ഉണ്ടാകുക. ഇപ്പം അവരുടെ കയ്യിലും കൂടി ഈ സാധനമല്ലേ. ഭയങ്കര അപകടമാണ് സഹോദരന്മാർ, എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, 11ാമതായി മനസ്സിലാക്കേണ്ടത്, റമദാനിൽ സദഖ വർദ്ധിപ്പിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ ഒരു കാര്യമെങ്കിലും എല്ലാ ദിവസവും ഒരു സദഖ. റമദാനിൽ അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. എല്ലാ ദിവസവും ഒരു സദഖ, എന്തിനെങ്കിലും ആയിക്കോട്ടെ, നന്മയ്ക്ക് വേണ്ടി. അതുപോലെ ഇഫ്താറുസ്സായിം, നോമ്പ് തുറപ്പിക്കുക. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ. അതുപോലെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമാണ് ഭക്ഷണം. നോക്കൂ, ഭക്ഷണം കഴിക്കാനല്ല നോമ്പ് നെയ്, ഭക്ഷണം കഴിക്കാതിരിക്കാനല്ലേ നോമ്പ്. പക്ഷെ നമ്മൾ ആകെ അങ്ങോട്ട് മാറ്റി, ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, എല്ലാവരും ഒന്ന് തൂക്കി നോക്കുക ഇതിൻ്റെ മുമ്പ് എത്രയെന്ന്, എന്നിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് തൂക്കിയാൽ കൂടുകയോ കുറയോ എന്ന്. കൂടുകയാണ് നമ്മൾ. അതുപോലെ ഭക്ഷണത്തിലുള്ള ഇസ്രാഫും തബ്ദീറും, ദുർവ്യയം ഭയങ്കര ആപത്താണ് സഹോദരന്മാരെ, പാടില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് പോലും പ്രശ്നമാണ്. ശ്രദ്ധിക്കണം. അതുപോലെ ചില ആൾക്കാർക്ക് റമദാനിൽ ഉറക്കം കൂടുതലാണ്. ഇത് ശ്രദ്ധിക്കണം. റമദാൻ ഉറങ്ങാനുള്ള സമയമല്ല. നമ്മൾ റമദാനിൽ ഉറങ്ങിപ്പോയാൽ ദരിദ്രനാവും.
ഹസനാത്ത് നന്മകൾ വർദ്ധിപ്പിക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് ദരിദ്രനാവുന്നോട്ട് പറഞ്ഞു. അതെല്ലാവരും ശ്രദ്ധിക്കണം, ഉറക്കം കുറക്കണം. ഇങ്ങനെ നമ്മൾ മാക്സിമം നോക്കും. 2 ബറാഅത്തുകളെക്കുറിച്ച് തിരുമേനി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒന്നാമത്തേത് 40 തക്ബീറത്തുൽ ഇഹ്റാം. ഒരു ജമാഅത്ത് നമസ്കാരത്തിൽ 40 ദിവസം, നബിയുടെ വാക്ക്, മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ ഫി ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊല കുതിബ ലഹു ബറാഅത്താൻ. അത് വളരെ വലിയൊരു അനുഭവമാണ്. 40 ദിവസം ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ എത്താവുന്ന രീതിയിൽ നമ്മൾ നമസ്കാരത്തിനെത്തിയാൽ 2 തരം മോചനം നമുക്ക് ലഭിക്കുമെന്ന്. ഒന്ന് ബറാഅത്തുൻ മിനന്നാർ, 2 ബറാഅത്തുൻ മിനൻ നിഫാഖ്. നരകത്തിൽ നിന്ന് നാം രക്ഷപ്പെടും, നിഫാഖ് കാപ്പട്യത്തിൽ നിന്ന് രക്ഷപ്പെടും. നമുക്കൊന്ന് ശ്രമിച്ചൂടെ? നമ്മൾ ഏതായാലും റമദാൻ ഇബാദത്തുകൾക്കൊക്കെ ഒരുങ്ങി 30 ദിവസം റമദാനിൽ കിട്ടും, പിന്നെ ഒരു 10 ദിവസം കൂടി കിട്ടിയാൽ എന്താ ചില്ലറക്കാരിയാണ് പറയണത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് പറഞ്ഞത്, നിഫാഖിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് പറഞ്ഞത്. ഇതുപോലെ സഹോദരന്മാരെ, നമ്മുടെ റമദാനിലെ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക. അതാണ് വേണ്ടത്. അല്ലാഹു തന്നെ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മൾ നോമ്പ് നോക്കേണ്ടത് നമ്മുടെ വയറ് മാത്രമല്ല. ഭക്ഷണം നമ്മൾ പറഞ്ഞല്ലോ, കുടിക്കാതിരിക്കുക, തിന്നാതിരിക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ എല്ലാ അവയവങ്ങളും നോമ്പ് നോൽക്കണം. ആദ്യം നമ്മുടെ ഹൃദയം നോമ്പ് നോൽക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനോടുള്ള വെറുപ്പ്, ദേഷ്യം, പക, അസൂയ ഇതൊന്നും ഉണ്ടെങ്കിൽ അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹിൻ്റെ നോട് അങ്ങോട്ട് മാത്രം ഹൃദയത്തേക്കേ നോക്കും. നമ്മുടെ മുഖത്തേക്കോ നമ്മുടെ തൊപ്പിയിലേക്കോ നമ്മുടെ കുപ്പായത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹിൻ്റെ നോട്ട്, കൽബിലേക്ക്. അത് നമ്മൾ ഷാബാനിൽ തന്നെ പഠിച്ചല്ലോ. ഷാബാനിൽ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയറായി വന്നത്. അതുപോലെ നമ്മുടെ എല്ലാ അവയവങ്ങളും, കണ്ണ് നോമ്പ് നോക്കണം. കാണാൻ പാടില്ലാത്തത് കാണണ്ട, പൂട്ടിവെക്കണം. നാവ് നോമ്പ് നോക്കണം, ചെവി നോമ്പ് നോക്കണം, കൈകൾ നോമ്പ് നോക്കണം, കാലുകൾ നോമ്പ് നോക്കണം, എല്ലാവരും നോമ്പ് നോക്കണം. അതാണ് നോമ്പ്. അപ്പോഴേ യഥാർത്ഥത്തിൽ സഹോദരന്മാരെ തഖ്വ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുപോലെ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് വുദു ജീവിതത്തിൽ പുലർത്താൻ ശ്രദ്ധിക്കുക. വുദു ഉള്ളവരായി നടക്കുക. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ. വുദു എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. അതിന് കൈ കഴുകുക, കാല് കഴുകാന്നൊന്നുമല്ല. അതൊരു പ്രത്യേക പ്രകാശമാണ്. ഖിയാമത്ത് നാളിലെ അത് നമ്മൾ അറിയും അവിടെ ചെല്ലുമ്പോൾ. അത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു സംഗതിയാണ്, വഅലമു അന്ന ഖൈറ അഅമാലിക്കും അസ്സലാ. അറിയണം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലത് നമസ്കാരമാണ്. വലൻ യുഹാഫിദ അലൽ വുദൂഇ ഇല്ലാ മുഅ്മിൻ. മുഅ്മിനല്ലാതെ വുദു സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. നമുക്ക് റമദാനിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലക്കൊന്ന് നോക്കൂ. റമദാനിൽ നമ്മൾ പോണോടത്തൊക്കെ വെള്ളം ഉണ്ടാവില്ല. അഥവാ വുദു മുറിഞ്ഞാൽ എന്ത് ചെയ്യുക? വുദു എടുക്കുക. വുദു എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എളുപ്പമുള്ളൊരു സംഗതിയാണ്. അതാ പറഞ്ഞ് എളുപ്പമുള്ളതേ ഉള്ളൂ ദീനിലൊക്കെ, ഒരു പ്രയാസമില്ല. പറ്റുമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലത്താണ് 2 റക്അത്തും കൂടി നിസ്കരിച്ചാൽ മാഷാ അല്ലാഹ്. ബിലാൽ റളിയല്ലാഹുവിൻ്റെ കാലൊച്ച തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ കേട്ടത് ആ 2 റക്അത്ത് കൊണ്ടല്ലേ. നമുക്ക് രക്ഷപ്പെട്ടൂടെ സഹോദരന്മാർ? അതുപോലെ സഹോദരന്മാരെ, നന്മകൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക. നന്മകളിൽ ഏറ്റവും പ്രധാനം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, മക്കളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഏറ്റവും വലുത് അതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? റിദ റബ്ബ് ഫി റിദൽ വാലിദൈൻ. അള്ളാഹിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി കിട്ടണം. എല്ലാവരും ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. മറ്റൊരു കാര്യം, ഈ പ്രത്യേകിച്ച് ഖുർആൻ ഓതാനൊക്കെ കഴിയാത്തവരുണ്ടെങ്കിൽ ഖുർആൻ കേൾക്കുക. കുറച്ച് സമയം കുട്ടികളെ കൊണ്ട് ഓതിപ്പിച്ച് കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കാനുള്ള പല സംവിധാനം. ഖുർആൻ കേൾക്കുന്നത് വലിയ റഹ്മത്ത് വരുന്ന കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ജനങ്ങളുമായി ഇടപഴകേണ്ടി വന്നാൽ, മനുഷ്യരാണ്, വരും,
മാർക്കറ്റിൽ പോകേണ്ടി വരും, കച്ചവട സ്ഥാപനത്തിൽ ജോലിക്ക് ഒക്കെ പോകേണ്ടി വരും. പക്ഷേ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മളെ കണ്ണിനെ ശ്രദ്ധിക്കുക, നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുക, നമ്മുടെ ചെവിയെയും ശ്രദ്ധിക്കുക. നോമ്പതാ കഴിഞ്ഞ നോമ്പ് പോലെയല്ല എൻ്റെ ഈ നോമ്പ് എന്ന ഒരു മാറ്റം നമുക്ക് ഉണ്ടാകണം സഹോദരൻ. അതോടൊപ്പം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഓരോ റമദാനിൽ അള്ളാഹു നമുക്ക് എത്താൻ തൗഫീഖ് നൽകിയാൽ അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. ഓരോ ദിവസവും റമദാനിൽ നമ്മൾ ഓർക്കേണ്ടത് ഇതിൻ്റെ അവസാനത്തെ നോമ്പാണ്. ഇതിൻ്റെ അവസാനത്തെ നോമ്പാണ്. ഓരോ രാത്രിയും ഇതിൻ്റെ അവസാനത്തെ രാത്രിയാണ്. അതൊരു ഭയങ്കര സംഭവമായിരിക്കും. അങ്ങനെ ഒരു തോന്നാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം അതോടുകൂടി നമുക്ക് ശുദ്ധിയും വൃത്തിയും ഒക്കെ വരും ഇൻഷാ അള്ളാഹ്. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നോമ്പിനെ കട്ടുകൊണ്ടുപോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ മാറി നിൽക്കുക. ഏതാണെന്ന് ഞാൻ പറയേണ്ടല്ലോ. ചിലപ്പം നിങ്ങളുടെ ഫ്രണ്ട്സാകാം, കൂട്ടുകാരാകാം, ചിലപ്പോൾ വീട്ടുകാരാകാം, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വീട്ടിലുള്ള ചില ഉപകരണങ്ങളാകാം. എൻ്റെ പേരൊന്നും ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. അതൊക്കെ നമ്മുടെ നോമ്പിനെ കട്ടുകൊണ്ടുപോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും അത് വരാതെ എല്ലാവരും ശ്രമിക്കുക. അവസാനത്തെ 10 ഈ പറഞ്ഞതൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി ക്ലീനാക്കി വരണം. അത് വന്നാൽ അവസാനത്തെ 10 നമ്മളറിയാതെ നമ്മൾ പള്ളിയിലേക്കെത്തും, നമ്മൾ ഇഅ്തികാഫിലേക്കെത്തും. അതിലുള്ള ആസ്വാദനം നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള ഒരു മാറ്റമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് കൂട്ടരെ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞത്. അതല്ലാതെ എൻ്റെ ശരീരത്തിൻ്റെ ബാഹ്യമായ എവിടെയെങ്കിലും കാണേണ്ട ഒരു സാധനത്തിൻ്റെ പേരല്ല തഖ്വ. എൻ്റെ ഹൃദയത്തിൻ്റെ മാറ്റമാണ് തഖ്വ. അല്ലാഹു ആ ഭാഗ്യം ഈ റമദാനിൽ നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മൾ പ്രത്യേകിച്ച് റമദാൻ ദുആയുടെ മാസമാണ്. എല്ലാവരും ഒരുപാട് ദുആ ചെയ്യണം, ഒരുപാട് സമയം ദുആ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ ദുആ ചെയ്യണം എന്നത് നമ്മളൊന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. ആദ്യം തന്നെ ദുനിയാവിലും ആഖിറത്തിലും എനിക്കാവശ്യമുള്ള കാര്യങ്ങൾ എഴുതി വെച്ചോ. എന്നിട്ട് നോട്ട് ചെയ്തത്. അതല്ലാതെ ആരെങ്കിലും എഴുതി വെച്ച പുസ്തകം നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ആവശ്യം എൻ്റെ ഉള്ളിലുണ്ടാകുക. ഒരു നോട്ടുണ്ടാക്കുക. നമ്മൾ 1, 2, 3, 4 പ്രത്യേകിച്ച് നോക്കൂ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 30 ദിവസം നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ 30 പ്രാർത്ഥനകൾ, 30 ആവശ്യങ്ങൾ. അതിങ്ങനെ ശരിക്കും നമുക്ക് അനുഭവപ്പെടും. അത് കിട്ടിയിട്ടോ, ഇത് കിട്ടിയിട്ടോ എന്ന് അനുഭവപ്പെടും. അല്ലാഹു സൗഭാഗ്യത്തിലേക്ക് നമ്മളെയൊക്കെ എത്തിച്ചു തരുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ റമദാനിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഇഖ്ലാസോടെ, ഇഹ്തിസാബോടെ, ഈമാനോടെ ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അർഹമുർ റഹീമായ റബ്ബേ, നല്ല ആരോഗ്യത്തോടെ, നല്ല ശുദ്ധമായ ഹൃദയത്തോടെ റമദാനിലെത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ ജീവിച്ച പലരും ഞങ്ങളോടൊപ്പമില്ല. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ രോഗശയ്യയിലാണ്. അല്ലാഹു അവർക്ക് നീ പൂർണ്ണ ആഫിയത്ത് നൽകണമേ. ഈ റമദാനിൽ ഈമാനോടെ, സന്തോഷത്തോടെ ഈ റമദാനിനെ വരവേൽക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഇബാദത്തുകൾ ചെയ്ത് നിന്നോടടുക്കുവാനും നിൻ്റെ റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ കടന്നു വരാനും അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിവിടെ സമാധാനത്തോടെ റമദാനിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിസന്ധിയിലാണ് റബ്ബേ, വലിയ പ്രയാസത്തിലാണ് റബ്ബേ, വലിയ ഭയപ്പാടിലാണ് റബ്ബേ. അവർക്കൊക്കെ റബ്ബേ നീ നിർഭയത്വം നൽകണമേ, സമാധാനം നൽകണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഈമാനോടെ ഇഹ്തിസാബോടെ ഈ റമദാനിനെ സ്വീകരിക്കാൻ അവർക്കും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في فلسطين، اللهم انصرهم نصر عزيز مقتدر، اللهم انصرهم يا رب العالمين، اللهم انصرهم على القوم الكافرين.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بلغنا شهر رمضان بالصحة والعافية والإيمان. اللهم بلغنا شهر رمضان بالصحة والعافية والاحتساب والإيمان. اللهم بلغنا شهر رمضان بالصحة والعافية والإيمان يا أرحم الراحمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.